ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റഡി പാണ്ട. ലവ് ഓൺ ദി എഡ്ജ് ഓഫ് ഡിവോഴ്സിലെ 6ാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. അവൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുത്തപ്പോൾ അതിൽ ഷെങ്മിയാൻ എന്ന് പേര് കിടക്കുന്ന കണ്ടിട്ട് നീയാണോ ഷെങ്മിയാൻ എന്നും പറഞ്ഞ് അവൻ കോൺട്രാക്ട് അടച്ചു വെക്കുന്നത് വരെയാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. എന്നിട്ട് അവൻ എഴുന്നേറ്റ് വന്നിട്ട് അവളുടെ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് അവൻ പറയും, നീയാണല്ലേ ഷെങ്മിയാൻ, 300 മില്യണിന് വേണ്ടിയിട്ട് എന്നെ കല്യാണം കഴിച്ച ആ ഷെങ്മിയാൻ. എനിക്കിപ്പോൾ ഡിവോഴ്സ് വേണമെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഡിസൈനർ എന്ന പേരിൽ നീ എൻ്റെ അടുത്തേക്ക് വന്നല്ലേ. നിനക്ക് എന്താ വേണ്ടത്? എന്നെ ഇങ്ങനെ ഫൂളാക്കിയിട്ട് നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ ആക്ച്വലി അവൾ മനസ്സിൽ വിചാരിച്ചതാണ്. എന്നിട്ട് അവൾ ഇങ്ങനെ ഞെട്ടി നോക്കുകയാണ്. അവളെന്നായിട്ട് അവിടെ നിന്ന് തടിതപ്പാനായിട്ട് മിസ്റ്റർ ഫു, എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട് എന്നും പറഞ്ഞിട്ട് പേൻ അടച്ചു വെച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ എവിടേക്കാണ് പോകുന്നതിന് മുന്നേ സൈൻ ചെയ്തിട്ട് പോയാലെന്താ? അപ്പോൾ അവളാണെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അവൾ ആലോചിക്കുന്നത്, അന്ന് കാറിൽ ഇവർ രണ്ടും കൂടി ഒരുമിച്ച് വീണപ്പോൾ അവൻ്റെ മുഖം മൊത്തം ചുമന്നായിരുന്നല്ലോ. അവൻ ഷൈ ആവുകയും അവൾ അടുത്രയും ക്ലോസ് ആയിട്ട് വന്നപ്പോഴത്തേക്കും അവന് ശരിക്കൊന്ന് മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അവൾ അത് മനസ്സിൽ വിചാരിച്ചിട്ട് എനിക്കിത് ചെയ്യേണ്ടി വരും, ചെയ്താലേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് അവളുടെ പുതിയ ആക്ടിങ് അങ്ങോട്ട് തുടങ്ങുകയാണ്. അവൾ അവനെ കോളർ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ചുവരിലൊക്കെ കൊണ്ട് ചാരി നിർത്തിയിട്ട് കോൺട്രാക്റ്റ് എടുത്തിട്ട് പോയിട്ട് അവളുടെ ലിപ്സ്റ്റിക്കിൽ അത് ടച്ച് ചെയ്തിട്ട്, മിസ്റ്റർ ഫു, എനിക്ക് ഇങ്ങനെയും സൈൻ ചെയ്യാമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങ് തമ്പ് കൊണ്ട് സൈൻ ചെയ്യുകയാണ്. എന്നിട്ട് അവൾ അവൻ്റെ ചെവി പറയും, മിസ്റ്റർ ഫു, ഇനി ഫ്യൂച്ചറിൽ നമ്മൾ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനാണെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ തന്നെ ഫ്ലാറ്റായി. എന്നിട്ട് പെന്നി അങ്ങോട്ട് പോവും. അപ്പോഴേക്കും അവൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ട് പറയാണ്, മിസ്റ്റർ ഫു, എന്തു പറ്റി? നിങ്ങളുടെ ബ്രീത്തിങ്ങും ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ടല്ലോ. നിങ്ങളും പെന്നിയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? ഫു പറയും, ഒന്ന് ഗോസിപ്പ് പഠിക്കാണ്ട് ഒന്ന് പോയേടാ. അസിസ്റ്റൻ്റ് ചെന്നാണെങ്കിൽ അവളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ടാണ് വന്നത്. അത് മുഴുവൻ കേൾക്കണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോയേക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ഫു പറയും, വാ ഇങ്ങോട്ട് വാ, പറയും, എന്താ നീ നോക്കിയേ? ചെൻ പറയും, പെന്നിയുടെ ബർത്ത്ഡേ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്, അവൾക്ക് വേണ്ടിയിട്ടൊരു പ്രസൻറ്റ് തയ്യാറാക്കണ്ടേ? ഫു പറയും, പിന്നെ ഉറപ്പായിട്ടും വാങ്ങണ്ടേ. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. അപ്പോൾ അവന് ശരിക്കും നടക്കാൻ പറ്റുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവനും പെന്നിയും കൂടി വീണ്ടും കാണുകയാണ്. എന്നിട്ട് അവൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു പ്രസൻ്റ് ആയിട്ട് ഒരു നെക്ലേസ് സെലക്ട് ചെയ്യാനായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഫു, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടി ഒരുപാട് കയറുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട് ആരാന്നറിയാനായിട്ട് എനിക്കിപ്പോൾ ആകാംക്ഷയും തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ പറയും, അവളൊരു ഡിസൈനറാണ്. എന്നിട്ട് ഈ ഫ്രണ്ടിനെ കുറിച്ച് അങ്ങ് വർണ്ണിക്കുകയാണ്. അത് ആക്ച്വലി പെന്നിയെ തന്നെയാണ് അവൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവൻ പറയും, അവൾ ഒരുപാട് ടാലൻറ്റഡ് ആണ്, പക്ഷെ അതിൻ്റെ അഹങ്കാരമൊന്നും അവൾക്കില്ല. അവൾ സ്ട്രോങ് ആണ്, പക്ഷെ ചില സമയങ്ങളിൽ അവൾ വീക്കുമാണ്. അവൾ വളരെ സ്വീറ്റാണ്, പക്ഷേ ചില സമയങ്ങളിൽ അവൾ ഒരുപാട് ഡിസ്റ്റൻറ്റും ആണ്. എനിക്ക് അവളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പെന്നി ചോദിക്കുന്നുണ്ട്, എങ്കിൽ അവൾ എങ്ങനത്തെ ടൈപ്പായിരിക്കും ഇഷ്ടപ്പെടുന്നത്? അവൻ പറയും, നീ എന്തൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് അവൾ അതും ഇഷ്ടപ്പെടും. അങ്ങനെ അവൾ അവിടെ ഇരിക്കുന്നതിൽ നോക്കിയിട്ട് ഒരു നെക്ലസ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് പറയും, ഈ സൺലൈറ്റ് നെക്ലസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതങ്ങനെ മാർക്കറ്റിൽ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ളതല്ല, പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടു, എനിക്കത് ഇഷ്ടമായി. അവൻ പറയും, എങ്കിൽ ഞാൻ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അവനത് അവൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എങ്ങനെയുണ്ട് എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ തന്നെ അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ മാല പിടിച്ച് നോക്കുകയാണ്. ഇത് നന്നായിട്ടുണ്ട്, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് അവൻ പറയും. എന്നിട്ട് അവളുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കും. അവളും അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പോൾ അവൻ അതിനിടയ്ക്ക് അവളെ കിസ് ചെയ്യാൻ വരികയാണ്. അപ്പോൾ ആരോ ഒന്ന് പറയുന്നുണ്ട്, യങ്ചാൻ, ഞാൻ തിരിച്ചു വന്നു. ആ സൗണ്ട് കേൾക്കുമ്പോൾ അവൾ അവനെ തട്ടി മാറ്റും. ഷയോയുടെ സിസ്റ്ററാണ് വരുന്നത്. ഷയോ ചൂച്ചിങ് എന്നാണ് അവളുടെ പേര്. അവൾ ഓടി വന്നിട്ട് അവനെ ഹഗ് ചെയ്യും. എന്നിട്ട് പറയും, ഞാൻ വന്നപ്പോൾ തന്നെ നിന്നെ കാണാനായിട്ടാണ് ആദ്യം വന്നത്. ഫു പറയും, നീ വരുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയാത്തതെന്തേ? ഞാൻ ചെന്നിനെ അങ്ങോട്ടേക്ക് വിടാറുന്നല്ലോ. അവൾ ചിരിക്കും. എന്നിട്ട് പറയും, ഇതാരാ? പെന്നി അവളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാൻ മിസ്റ്റർ ഫൂയുടെ പുതിയ വില്ല ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഡിസൈനറാണ്. എൻ്റെ പേര് പെന്നി. അപ്പോൾ ചിങ് ചോദിക്കുന്നുണ്ട്, ഞാനും ഒരു ഡിസൈനറല്ലേ, നീ എന്താ എന്നെ കോൺടാക്ട് ചെയ്യാതിരുന്നേ? അപ്പോൾ അവൻ പറയും, നീ എന്തായാലും എബ്രോഡ് അല്ലായിരുന്നോ, നിന്നെ ട്രബിൾ ചെയ്യേണ്ടെന്ന് ഞാൻ കരുതി. പോരാത്തതിന് എനിക്ക് പെന്നിയുടെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ചിങ് എന്നിട്ട് പറയും, ഫു, എനിക്ക് ഒരു വെൽക്കം ഡിന്നർ ഇന്ന് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ഇവിടെ വെച്ച് ചെയ്യട്ടെ? അപ്പോൾ അവൻ സമ്മതിക്കും. എന്നിട്ട് അവൾ പെന്നിയോട് പറയാണ്, പെന്നി, നീയും ജോയിൻ ചെയ്യണം കേട്ടോ. പെന്നി അത് പൊളൈറ്റായിട്ട് നിരസിക്കുന്നുണ്ട്. പക്ഷേ ഫു പറയുന്നുണ്ട്, പെന്നി നീ വാ. അപ്പോൾ അവൾ പറയും, അതെ, ഒരുപാട് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഡിസൈനേഴ്സൊക്കെ വരുന്നുണ്ടാവും, നിനക്ക് അവരെയൊക്കെ മീറ്റ് ചെയ്യാമല്ലോ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ അവൾ വരാനായിട്ട് സമ്മതിക്കും. അപ്പോൾ അവന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അന്ന് രാത്രി പെന്നി ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് പാർട്ടിക്ക് വരുന്നുണ്ട്. അവൾ നേരെ ചിങ്ങിനടുത്തേക്ക് പോവും. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് ഫു അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഫു പെന്നിയോട് പറയും, പെന്നി,
ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോഴേക്കും യങ്ചാൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. പെന്നിയാണെങ്കിൽ അവൻ്റെ അമ്മയെ കാണുന്നതും അവൻ്റെ പുറകിൽ ഒളിക്കുകയാണ്. കാരണം അവൻ്റെ അമ്മ അവളെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കള്ളം പുറത്താകുമല്ലോ, ഇവളാണ് ആ ഷെങ്മിയാണ് എന്ന് പറയുന്ന ആ കാര്യം. അവൻ്റെ അമ്മയാണെങ്കിൽ അവൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോഴേക്കും പെട്ടെന്ന് വേറൊരു ലേഡി വന്നിട്ട് അവൻ്റെ അമ്മയെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതോടെ അവൾ രക്ഷപ്പെടും. അപ്പോൾ ഇവള് പെന്നിയാണെങ്കിൽ അവൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുകയാണല്ലോ. ഇത് കാണുന്ന ചിങ്ങിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ചിങ്ങാണെങ്കിൽ വേറൊരു പെണ്ണിനെ കണ്ണു കാണിക്കുകയാണ്. അപ്പോൾ അവൾ ഓടി വന്നിട്ട് ഇവളുടെ ഗ്ലാസ്സിലിരിക്കുന്ന ആ ഷാമ്പെയിനിൽ തട്ടും. അത് കാരണം അവളുടെ ഷാമ്പെയിൻ ആണെങ്കിൽ പെന്നിയുടെ ഡ്രസ്സിലേക്കാണ് വീഴുന്നത്. എന്നിട്ട് ചിങ് അങ്ങ് അഭിനയിക്കാൻ തുടങ്ങും. അയ്യോ സോറി പെന്നി, ഞാൻ കാരണം നിന്റെ ഡ്രസ്സ് ചീത്തയായല്ലോ. ഞാൻ വിളിച്ച പാർട്ടിയിൽ വന്നിട്ട് നീ അൺഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, ഞാൻ വേറെ ഡ്രസ്സ് തരാം എന്നും പറഞ്ഞ് അവളെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അകത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് ചിങ്ങാണെങ്കിൽ വേറൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കും. അപ്പോൾ പെന്നി പറയുന്നുണ്ട് എനിക്ക് വേണ്ട, ഞാനിത് ഉണക്കിയിട്ട് ഇട്ടോളാം, കുഴപ്പമില്ല. അപ്പോൾ ചിങ്ങാണെങ്കിൽ അവളെ അങ്ങ് നിർബന്ധിക്കുകയാണ്. യങ്ചാൻ്റെ ഫ്രണ്ട് എൻ്റെയും ഫ്രണ്ടാണ്, അപ്പോൾ നീ ഇത് എന്തായാലും ഇടണം എന്നൊക്കെ പറയാണ്. അങ്ങനെ പെന്നി അകത്തേക്ക് പോകും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ചിങ്ങാണെങ്കിൽ ഡോറിൻ്റെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അവൾ പറയും, പെന്നി, 3 വർഷത്തിന് മുന്നേ യങ്ചാൻ കാരണമാണ് ഞാൻ എബ്രോഡ് പോയത്. അപ്പോൾ അന്ന് പോയപ്പോൾ അവൻ എനിക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും അവനെ പ്രോമിസ് തെറ്റിച്ചിരിക്കുന്നു. അവൻ വേറൊരാളെ മാരി ചെയ്തിരിക്കുന്നു. പക്ഷെ അവനിപ്പോൾ എന്നോട് പറയുന്നത് അവൻ അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്, എനിക്ക് ഒരു സെക്കൻഡ് ചാൻസ് തരും ഉറപ്പായിട്ടും എന്നാണ് അവൻ പറയുന്നത്. പെന്നി, ഞാൻ സെക്കൻഡ് ചാൻസ് എടുക്കണോ എന്ന് ചിങ് പെന്നിയോട് ചോദിക്കുകയാണ്. അപ്പോൾ പെന്നി പറയും, ചിങ്, നീ ആ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം നിൻ്റെ മനസ്സിലുണ്ട്. പിന്നെ എൻ്റെ ഒപ്പീനിയൻ അത് നീ ആഗ്രഹിക്കുന്നില്ലല്ലോ. മിസ്റ്റർ ഫു എൻ്റെ ഒരു ക്ലയൻറ്റ് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രൈവസിയിൽ കയറി ഇടപെടാനായിട്ട് ഞാൻ ആരുമല്ല. അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ഒരു ഒപ്പീനിയൻ പറയാനും കഴിയില്ല എന്നവൾ പറയാണ്. ചിങ്ങിനാണെങ്കിൽ പെന്നിയോട് ദേഷ്യമുണ്ട് നന്നായിട്ട്. അവൾ അതൊക്കെ അടക്കി പിടിച്ചിട്ടാണ് പെന്നിയോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതും സംസാരിക്കുന്നതും. എന്നിട്ട് നീ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഞാൻ സിബിട്ട് തരാം എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി വരും. റൂമിലേക്ക് വരുന്നതിനിടയ്ക്ക് ചിങ്ങാണെങ്കിൽ ഇന്നലെ ഫു യങ്ചാങ് അവൾക്ക് പെന്നിക്കിട്ട് കൊടുത്ത ആ നെക്ലസ് ഉണ്ടല്ലോ, അത് ടേബിളിൽ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവൾ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവളിങ്ങ് തിരിയുമ്പോഴത്തേക്കും ടേബിളിൽ ഈ നെക്ലസ് എടുക്കുന്നത് പെന്നി കാണുകയാണ്. ചിങ്ങാണെങ്കിൽ ഇന്നലെ ഫു അവൾക്ക് ആ നെക്ലസ് ഇട്ട് കൊടുത്ത സമയത്ത് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ ഒളിഞ്ഞു നിന്ന് അതൊക്കെ കാണുമായിരുന്നു. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അത് എൻ്റെതാണ്, അത് വേറൊരാൾക്കും ഞാൻ കൊടുക്കില്ല. അതവളിപ്പോൾ മനസ്സിലോർക്കും. എന്നിട്ട് പെന്നിയോട് പറയുകയാണ്, പെന്നി, ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്, എങ്ങനെയുണ്ട്, കൊള്ളാവോ? പെന്നി പറയും കൊള്ളാം. അവൾ മനസ്സിലാലോചിക്കുകയാണ്. അപ്പോൾ ഫു പറഞ്ഞ അവൻ്റെ ഫ്രണ്ട് ഇവളാണല്ലേ. പെന്നി ചെറുതായിട്ടൊന്ന് അപ്സെറ്റ് ആവുകയാണ്. കാരണം അവൾ ചുമ്മാതാണെങ്കിലും പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫു അവൾക്ക് വേണ്ടിയിട്ടാണ് നെക്ലസ് വാങ്ങിയതെന്ന്. അവരെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പാർട്ടി ഹാളിലേക്ക് വരും. അപ്പോൾ ചിങ്ങിനെ ഒരു പെൺകുട്ടി വന്നിട്ട് പറയാണ്, കേക്ക് കെട്ടിയാൻ സമയമായി, നീ അങ്ങോട്ടേക്ക് വാ. അപ്പോൾ ഫൂയും അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ചിങ് അവനെയും വിളിച്ചും കൊണ്ട് കേക്ക് കെട്ടിയാനായിട്ട് പോവാണ്. അതിനിടയിൽ ചിങ്ങാണെങ്കിൽ അവളുടെ പേഴ്സ് പെന്നിയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പോകുന്നത്. കേക്ക് കെട്ടിയാനായിട്ട് പോകുന്നത് കൊണ്ട് അവളുടെ കയ്യിൽ പിടിക്കാനായിട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. ചിങ്ങ് വന്നിട്ട് എല്ലാവരും എൻ്റെ പാർട്ടിയിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം, ഞാൻ കേക്ക് കെട്ടിയാൻ പോവാണ്, അതിന് മുന്നേ ഒരു ഫോട്ടോ എടുക്കാം എന്ന് പറയാണ്. ഫോൺ എൻ്റെ പേഴ്സിലാണുള്ളത്, പെന്നി എൻ്റെ ഫോൺ കൊണ്ടു തരാമോ എന്ന് അവൾ വിളിക്കും. അപ്പോൾ ആ സ്പോട്ട് ലൈറ്റിൽ പെന്നി ഇങ്ങനെ നടന്നു വരികയാണ്. പെന്നി ഇങ്ങനെ നടന്നു വരുന്നതിനിടെ അവളുടെ ഡ്രസ്സിൻ്റെ ഹുക്ക് പൊട്ടിയിട്ട് ഡ്രസ്സ് ഊരി വീഴുകയാണ്. അവളിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അതോടെ ഈ എപ്പിസോഡ് കഴിയുകയാണ്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദി സ്റ്റോറി പാണ്ട.